ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. അപ്പോൾ എൻ്റെ മുത്തുമണികളെ, നിങ്ങൾക്കായിട്ട് ഒരു കഥ സമർപ്പിക്കുകയാണ്. ഈ കഥ എൻ്റെ വെറും സാങ്കല്പിക കഥ ആണ്. അതുപോലെ ഈ കഥ കേൾക്കുമ്പോൾ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചുപോയവരോ ആയിട്ട് എന്തെങ്കിലും ഒരു സാമ്യം തോന്നിയാൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല. അതുപോലെ ആദ്യമേ തന്നെ പറയാം സുഹൃത്തുക്കളെ, ഞാൻ ഈ കഥ ഈ സ്റ്റോറി എഴുതി വെച്ചോ പഠിച്ചുകൊണ്ടോ ചെയ്യുന്നതല്ല. ഈ തുടക്കം മുതൽ അവസാനം വരെ ഞാൻ ഒറ്റ ടൈപ്പിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇച്ചിരി ലാഗ് അടിച്ചെന്നിരിക്കാം. അതൊക്കെ നിങ്ങളൊന്ന് സാദരം ക്ഷമിക്കുക. ഞാനൊരു കലാകാരനോ കാതികനോ ഒന്നുമല്ല. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവതരിപ്പിക്കാം. ഇത് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നെ വാരി നിലത്തടിക്കാൻ വേണ്ടിയിട്ട് ആരും വരരുത്. പിന്നെ കേട്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്ത് നമ്മളത് സഹായിക്കുക കേട്ടോ. ഇത് എൻ്റെ കഥ, എൻ്റെ മാത്രം കഥയാണ്. ഇത് സാങ്കല്പിക കഥയാണ്. ജീവിച്ചിരിക്കുന്നവരോട്ടൊന്നും യാതൊരു സാമ്യമില്ല. അതിൽ അങ്ങനെ എന്തെങ്കിലും തോന്നിയാൽ ഞാൻ ഉത്തരവാദിയല്ല. അപ്പോൾ തുടങ്ങാമല്ലേ. കഥികനല്ല ഞാൻ, കലാകാരനല്ല ഞാൻ, കാലത്തിനുണ്ടായ മാറ്റമാണ്. കഥികനല്ല ഞാൻ, കലാകാരനല്ല ഞാൻ, കാലത്തിനുണ്ടായ മാറ്റമാണ്. പാടാനറിയില്ല, ആടാനറിയില്ല, എങ്കിലും ഞാനൊരു കഥ ചൊല്ലാം. പാടാനറിയില്ല, ആടാനറിയില്ല, എങ്കിലും ഞാനൊരു കഥ ചൊല്ലാം. അപ്പോൾ നോക്ക്, ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഒരു കഥ അവതരിപ്പിച്ചിരുന്നു. അത് കേട്ടപ്പോൾ അതിനകത്ത് പ്ലക്കടിക്കാൻ പോയ കഥയാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇന്നത്തെ കഥയിൽ കഥാപാത്രത്തിന് പേരിനൊരല്പം മാറ്റം വന്നിട്ടുണ്ട്. അതായത് എൻ്റെ ഈ കഥയിലെ നായികയ്ക്ക് ഒന്നോ രണ്ടോ പേരല്ല, അവസരത്തിനൊത്ത് ധാരാളം പേരുകൾ നിലനിൽക്കുന്ന ഒരു നായികയാണ് നമ്മുടെ കഥാനായിക. അപ്പോൾ എൻ്റെ കഥയുടെ പേര് ചട്ടുകാലി പ്ലക്കമ്മ കരയുകയാണ്. എങ്ങനെയുണ്ട്? ചട്ടുകാലി പ്ലക്കമ്മ കരയുകയാണ്. അപ്പോൾ നമ്മുടെ നായിക ഒരു ചട്ടുകാലിയാണ്, വികലാംഗയാണ് കേട്ടോ. അപ്പോൾ ഈ ചട്ടുകാലി ആവാനുള്ള ഒരു കാരണം നിങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഈ കഥയ്ക്ക് ഒരു പൂർണ്ണതയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ എങ്ങനെയാണ് ചട്ടുകാലായത്, ഈ ചട്ടുകാല് വെച്ചുകൊണ്ട് തന്നെ അതിൽ നിന്നൊരു അഭിമാനമായിട്ട് കൊണ്ട് നടക്കുന്ന നായികയാണ് നമ്മുടെ കഥാപാത്രം. അപ്പോൾ എങ്ങനെയാണ് ചട്ടുകാലുണ്ടായത് അതറിയണ്ടേ? അതായത് നമ്മുടെ ഈ കഥാനായിക തീരെ ദാരിദ്ര്യം പിടിച്ച ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു കഥാപാത്രമാണ്. അതായത് ജീവിക്കാൻ ഏതൊരു മാർഗവുമില്ല, പട്ടിണിയും പരിവട്ടവുമായിട്ട് കഴിയുന്ന നമ്മുടെ നായികയുടെ കുടുംബം. വാപ്പ അച്ഛനാരെന്നറിയില്ല, ഉമ്മയ്ക്ക് പല പല ഭർത്താക്കന്മാരുണ്ടായി. അതിൽ അച്ഛനാരെന്നറിയാതെ ഉണ്ടായ ഒരു സന്തതിയാണ് നമ്മുടെ കഥാനായിക. ഈ അച്ഛനാരെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് പല പല ബന്ധങ്ങളുണ്ടായി. അപ്പോൾ ഈ മകൾ ജനിച്ചതിന് ശേഷം ഈ കുഞ്ഞിനെ വളർത്താൻ വേണ്ടിയിട്ട് അമ്മ പല പല ജോലിക്കും പോകും. അപ്പോൾ ഈ പല പല ജോലിക്കും പോകുമ്പോൾ ഈ കഥാനായിക വീട്ടിൽ തന്നെ ഒറ്റയ്ക്ക് ഇരിപ്പാണ്. അവൾ വളർന്നു വലുതായി 10-12 വയസ്സായപ്പോൾ തന്നെ ഈ ഏകാന്തത അനുഭവപ്പെട്ട് തുടങ്ങിയപ്പോൾ വഴിയെ പോകുന്ന കൊച്ച് അവളുടെ തരത്തിനൊത്ത പിള്ളേരുമായിട്ടൊക്കെ ചെറിയ രീതിയിൽ കമ്പനിയാവാൻ തുടങ്ങി. എപ്പടി ഇருக்கு? കഥികനല്ല ഞാൻ, കലാകാരനല്ല ഞാൻ. അപ്പോൾ അങ്ങനെ പല പല ആൾക്കാരുമായിട്ട് കമ്പനി തുടങ്ങി. ഇതൊന്നും ഈ അമ്മ അറിയുന്നില്ല. അമ്മ ഇതൊന്നും അറിയുന്നില്ല. അമ്മയുടെ ജോലി നോക്കി പോകുന്നു, അമ്മയുടെ സുഖം നോക്കി പോകുന്നു, മകളെ വളർത്താനുള്ള കാശിന് വേണ്ടി കഷ്ടപ്പെടാൻ പോകുന്നു. ഈ മകൾ അങ്ങനെ പല പല പയ്യന്മാരുമായിട്ട് പുറത്തു പോകാൻ തുടങ്ങി. ബീച്ചിലും പാർക്കിലും പോയവൾ, പൊന്തക്കാട്ടിയിലും പല പ്രാവശ്യം പോയവൾ. ബീച്ചിലും പാർക്കിലും പോയവൾ, പൊന്തക്കാട്ടിയിലും അവൾ പോയി, ബ്രിഡ്ജിനടിയിലും പോയവൾ. അങ്ങനെ പല പല ആൾക്കാരുമായിട്ട് ബന്ധം സ്ഥാപിച്ച ഈ നായിക അങ്ങനെ വളർന്നു വലുതായി വന്നപ്പോൾ പ്രായപൂർത്തിയായപ്പോൾ അവൾക്ക് തോന്നി, എനിക്ക് കല്യാണം കഴിക്കണം, എനിക്ക് ഒരു കുടുംബമായിട്ട് ജീവിക്കണം. അങ്ങനെ അമ്മയോട് പറഞ്ഞു, എന്ത് ചെയ്യാം. അപ്പോൾ ഈ ഓരോ പയ്യന്മാരും വന്നിട്ട് അവളുടെ സുഖം അല്ലെങ്കിൽ അവളുടെ കാര്യം കഴിഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത്. ആരും ഇവളെ കൈയേൽക്കുന്നില്ല.
കല്യാണം കഴിക്കാൻ ആർക്കും താല്പര്യമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗൾഫിലായിരുന്ന ഒരു പയ്യൻ ഇവളെ കാണുന്നു, സൈറ്റ് അടിക്കുന്നു. അവർ തമ്മിൽ പ്രേമത്തിലായി വീണ്ടും ബീച്ചുകൾ തോറും കയറി ഇറങ്ങിയവൾ പൊന്തക്കാട്ടിലും പല പ്രാവശ്യം കണ്ടുമുട്ടി. അപ്പോൾ ഇവക്കൊരു ആശയം മനസ്സിൽ തോന്നി, ഇവനെ കല്യാണം കഴിച്ചാലോ? അപ്പോൾ എന്താണ് ഒരു മാർഗം? അപ്പോൾ ഇവന് ഗൾഫിൽ തിരിച്ചു പോകണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഥാനായികയുടെ മനസ്സിൽ ഒരു ലഡു പൊട്ടിയത്. ഇവനെ ഭീഷണിപ്പെടുത്തിയാലോ? അങ്ങനെ ഈ നായകനെ ഇവൾ ഭീഷണിപ്പെടുത്തി. കെട്ടിത്തൂങ്ങി ചാവും ഞാൻ, ഫേനിൽ കുരുക്കിട്ട് ചാവും ഞാൻ, എന്നെ കെട്ടിയേ പറ്റൂ, എന്നെ കെട്ടണം. അങ്ങനെ വാശി പിടിച്ചു. അവസാനം ഒരു ഗത്യന്തരമില്ലാതെ എന്തെങ്കിലും ഒരു കേസായി കഴിഞ്ഞാൽ പിന്നെ ഈ പാവപ്പെട്ട മനുഷ്യന് തിരിച്ച് ഗൾഫിൽ പോകാൻ പറ്റില്ല. അങ്ങനെ ഗതിയില്ലാതെ ആ വിവാഹം നടത്തിയപ്പോഴാണ് പറയുന്നത്, എന്നെയും കൊണ്ട് പോകണം ഗൾഫിൽ. നിർബന്ധം സഹിക്കാൻ വയ്യാതെ കൊണ്ടുപോയി ഗൾഫിലേക്ക്. അവനോടൊപ്പം സന്തോഷമായിട്ട് ജീവിച്ചു. അപ്പോൾ ഭർത്താവ് ജോലിക്ക് പോകുന്ന സമയത്ത് നായിക ഒറ്റയ്ക്ക് വീട്ടിൽ റൂമിലിരിക്കുകയാണ്. ഏകാന്തത സഹിക്കാൻ കഴിയുന്നില്ല. അവൾ ഭർത്താവിൻ്റെ കൂട്ടുകാരുമായിട്ട് ബന്ധം സ്ഥാപിച്ചു. ഇതൊന്നും ഭർത്താവ് അറിയുന്നില്ല. അങ്ങനെ പല നാൾ കടന്നുപോയി. ഈ നായികയ്ക്ക് ഒരാഗ്രഹം, എനിക്കൊരു കുഞ്ഞ് വേണം. അങ്ങനെ ഭർത്താവിനോട് പറഞ്ഞു. എന്തു ചെയ്യാനാ, അവൻ അത്ര വലിയ താല്പര്യം പോകുന്നില്ല. അങ്ങനെ വരുന്ന കൂട്ടുകാരോട് പറഞ്ഞു. അവരവരുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. ഇവൾ ഗർഭിണിയായി. ഇതെങ്ങനെയോ ഈ ഭർത്താവ് മണത്തറിഞ്ഞു. ഇതെൻ്റെ കുഞ്ഞല്ല, എങ്ങനെ ഇവൾ ഗർഭിണിയായി? ഈ സംശയം ഉടലെടുത്തു. എന്നിട്ടും ഇയാൾ മൈൻഡ് ചെയ്തില്ല. പൂർണ്ണ ഗർഭിണിയായ നായിക സ്വന്തം അനിയത്തിയെ ഗൾഫിലേക്ക് കൊണ്ടുവരുന്നു. ഇവളെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഈ അനിയത്തിയുമായിട്ട് സ്വന്തം ഭർത്താവ് ഒളിച്ചോടിപ്പോയി. എന്തു ചെയ്യും? അച്ഛനാരെന്നറിയാതെ ഉണ്ടായ ഒരു മകൻ, അതിനെ വളർത്തണം, ഒരു ഗത്യന്തരമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ഒരു കാട്ടറബിയുമായവൾ ബന്ധം സ്ഥാപിച്ചു. അങ്ങനെ അതിലും ഒരു കുട്ടിയുണ്ടായി. അതിലാണ് എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റത്തില്ല. വീണ്ടും ഇത് തന്നെയാണ് അവസ്ഥ. കാരണം കാട്ടറബി എവിടെയെങ്കിലും പുറത്തു പോകുമ്പോൾ അടുത്ത ആൾ വരും. അങ്ങനെ ഇത് പല പ്രാവശ്യം ആവർത്തിച്ചപ്പോൾ രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചു. ഒരു ദിവസം കാട്ടറബി പുറത്തു പോയിട്ട് വന്നപ്പോൾ അതായിരിക്കുന്നു സ്വന്തം ഭാര്യയുടെ മുകളിൽ വേറൊരുത്തൻ. അരിശം പൂണ്ട ഈ നമ്മുടെ കാട്ടറബി ഒരൊറ്റ ചവിട്ടി കൊടുത്തു. ഈ കഥാനായിക, പാവം കഥാനായികയുടെ കയ്യും കാലും നട്ടെല്ലും മുടിഞ്ഞു കിടപ്പിലായി. മാസങ്ങളോളം ചികിത്സിച്ചു. ഒരുവിധം എണീറ്റ് നിൽക്കാം എന്നൊരവസ്ഥയായി. തന്തയാരെന്നറിയാതെ 2 കുഞ്ഞുങ്ങളുണ്ടായിപ്പോയി. അതിനെ വളർത്തണ്ടേ? ഈ കഥാനായിക എന്താണ് ചെയ്തത്? അവിടെ നിന്നുകൊണ്ട് തന്നെ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ തുടങ്ങി. പല ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. ഈ ഗ്രൂപ്പുകൾക്കൊക്കെ ABCD എന്നുള്ള അക്കങ്ങളിൽ പല ഗ്രൂപ്പുകളാണ് തുടങ്ങിയിട്ടുള്ളത്. ആയിരക്കണക്കിന് ആൾക്കാരെ ഇതിനകത്ത് വിട്ട് ആകർഷിച്ചു. യൂട്യൂബ് ചാനൽ തുടങ്ങി. അതുപോലെ ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ക്ലബ് ഹൗസ് എന്ന ആപ്പും തുടങ്ങി. അങ്ങനെ ഇതിലൂടെ ഞാൻ സ്ത്രീകളുടെ സംരക്ഷകയാണ് എന്നുള്ള ഒരു വിശ്വാസം പിടിച്ചു പറ്റിയതിന് ശേഷം പല സ്ത്രീകളെയും കേരളത്തിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി നായിക. അവർക്കൊപ്പം താമസിപ്പിച്ചതിന് ശേഷം ഈ സ്ത്രീകളുടെ ന്യൂഡ് ഫോട്ടോസ് ഇവിടെ സംഘടിപ്പിക്കാൻ തുടങ്ങി. കുളിക്കുന്നതും വസ്ത്രം മാറുന്നതുമായിട്ടുള്ള ഫോട്ടോകൾ അവർ എടുത്തതിന് ശേഷം ഈ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി മറ്റുള്ള ആൾക്കാർക്ക് കാഴ്ചവെക്കാനും തുടങ്ങി നമ്മുടെ കഥാനായിക. എന്ത് ചെയ്യാം? ഗതിയില്ലാതെ ഈ സ്ത്രീകൾ അതിന് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു. മാനാഭിമാനം പോകുമല്ലോ. അങ്ങനെ പല രാജ്യക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ ഈ നമ്മുടെ കഥാനായികയ്ക്ക് വന്നു ചേർന്നു. അങ്ങനെ കാശിൻ്റെ കൂമ്പാരമായി. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചു നായികയ്ക്ക്. പൈസ എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെ കൂട്ടിക്കൊടുത്ത് അങ്ങനെ ഇത് ഈ ഗൾഫ് രാജ്യത്ത് അവിടെ നിന്നുകൊണ്ട് തന്നെ ഇവൾ പടിപടിയായിട്ട് ഉയർന്നതിന് ശേഷം ഇത് ഒരു പബ്ലിസിറ്റി ആയതിനു ശേഷം അവിടെ നിൽക്കാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മുടെ നായിക വീണ്ടും നേരെ കേരളത്തിലേക്ക് വന്നു.
10-22 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം വീണ്ടും നമ്മുടെ നായിക കേരളത്തിലേക്ക് വന്നിരിക്കുകയാണ്. വേറൊരു കാര്യം സുഹൃത്തുക്കളെ, ഈ പല ആൾക്കാർക്കും കൂട്ടിക്കൊടുക്കുന്നു ഈ പരിപാടി ഉണ്ടെങ്കിലും സ്വന്തം കാര്യം നടത്താൻ വേണ്ടിയിട്ട് ഇവൾക്ക് ആരും വരുന്നില്ല. കാരണം ചട്ടുകാലാണ്. എന്തിക്കുടയ്യ ഒളുത്തിക്കുടയ്യ എന്ന് പറഞ്ഞാണ് നടക്കുന്നത്. കഷ്ടകാലത്തിന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നട്ടൽ അങ്ങോട്ടിട്ടാൽ അങ്ങോട്ട് കിടക്കും, ഇങ്ങോട്ടിട്ടാൽ ഇങ്ങോട്ട് കിടക്കും, പിന്നെ കാല് പിടിക്കുക, യോതൊരു വേദന. ഇത് കാണുമ്പോൾ തന്നെ ഈ വരുന്നവരുടെ മൂടങ്ങ് പോവും, അവർ ഒഴിഞ്ഞു മാറി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ നായികയുടെ പ്ലക്കടി ആഗ്രഹം നടക്കാതെ വിഷമിക്കുകയാണ്. എന്ത് ചെയ്യാം? വീട്ടിൽ നിത്യേന പച്ചക്കറി പലതും മാറി മാറി വാങ്ങാൻ നോക്കി, നടക്കുന്നില്ല. എനിക്കത് പോരാ, എനിക്കൊരു പുരുഷൻ വേണം. എന്ത് ചെയ്യാം? ഒരു മാർഗവുമില്ല. അങ്ങനെ നാട്ടിൽ വന്ന പ്ലക്കമ്മ പ്ലക്കടിക്കാൻ നിവർത്തിയില്ലാതെ ഒരു പയ്യനെ കാശ് കൊടുത്ത് നിയമിച്ചു. അവൻ്റെ ജോലി എന്താണ്? കണ്ട ബസ് സ്റ്റാൻഡിലും ടോയ്ലറ്റിലുമൊക്കെ ഇദ്ദേഹത്തിൻ്റെ നമ്പർ പബ്ലിക്കാക്കി എഴുതി വെക്കുക. ബസ് സ്റ്റാൻഡുകൾ തോറും കയറി ഇറങ്ങി നടന്നു, ആരും വിളിക്കുന്നില്ല. റെയിൽവേ സ്റ്റേഷനിൽ എഴുതി വെച്ചു, ആരും വിളിക്കുന്നില്ല. ട്രെയിനിനകത്തുള്ള ബാത്റൂമിൽ എഴുതി വെച്ചു, ആരും വിളിക്കുന്നില്ല. ഒരു പക്ഷേ ബാത്റൂമിനകത്ത് വന്ന് പുരുഷന്മാരുടെ ബാത്റൂമിൽ വന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് പച്ചമുളക് ഇങ്ങോട്ട് എടുക്കുമ്പോൾ നോക്കുമ്പോൾ കിടക്കുന്നു അതാ ഒരു നമ്പർ. എടുത്ത് വിളിക്കുന്നു. മറുവശത്തു നിന്നുള്ള സംസാരം കേൾക്കുമ്പോൾ തന്നെ അവൻ്റെ മൂഡ് പോകുന്നു, അവൻ അതോടുകൂടി താഴ്ന്നു. അങ്ങനെ ഈ പ്ലക്കമ്മയ്ക്ക് പ്ലക്കടി നടക്കാതെ വളരെ നിരാശപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഉറച്ചൊരു തീരുമാനമെടുത്ത്, എനിക്ക് കിട്ടാത്ത പ്ലക്കടി കേരളത്തിലുള്ള ഒരു സ്ത്രീകളും പുരുഷന്മാർക്കും കിട്ടണ്ട. യൂട്യൂബ് ചാനലിലൂടെയും മറ്റുള്ള സോഷ്യൽ മീഡിയയിലൂടെയും പ്രതികരിക്കാൻ തുടങ്ങി. ആവേശത്തോടുകൂടി കൊച്ചു കുട്ടികളെപ്പോലും അപരാധത്തരം പറയാൻ തുടങ്ങി. അതിലവർ ആനന്ദം കണ്ടെത്തി. മാന്യമായിട്ട് ജീവിക്കുന്ന കുടുംബങ്ങളിലെ ശിഥിലപ്പെടുത്താൻ നോക്കി. പല കുടുംബങ്ങളിലും ഇടിച്ചു കയറി അത് നശിപ്പിക്കാൻ നോക്കി. അതിലങ്ങനെ അവളുടെ ആഗ്രഹം, നടക്കാത്ത ആഗ്രഹം പലരിലും ആ വിഷമം തീർത്തു. പുരുഷന്മാരെ കിട്ടാത്തത് കൊണ്ട് തന്നെ ലെസ്ബിനാവാൻ ശ്രമിച്ചു. എന്നിട്ടും ഇവളുടെ ഈ മൂത്രത്തിൻ്റെ വാട കൊണ്ട് തന്നെ ആരും അടുക്കുന്നില്ല. എന്ത് ചെയ്യാം? അവസാനം പ്രമുഖരായ വ്യക്തികളെക്കുറിച്ച് അപവാദങ്ങൾ പറയാൻ തുടങ്ങി. കൊച്ചു കുട്ടികളെപ്പോലും അറവാണിയെന്നും വേശിയെന്നും വിളിക്കാൻ തുടങ്ങി. എന്ത് ചെയ്യാം? നിയമത്തിന് പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. 100 കണക്കിന് പരാതികൾ കൊടുത്തു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുമ്പോൾ ചെല്ലുന്നത് പോലീസ് സ്റ്റേഷനിൽ പോയി പോലും വരട്ടുന്നു. കാരണം എവിടെ പോയാലും ഒരു വീൽ ചെയർ അദ്ദേഹത്തിൻ്റെ വണ്ടിക്ക് ബാക്കിലുണ്ടായിരിക്കും. മകൻ എന്ന് പറയുന്ന ഒരു മരവാഴയുണ്ട്. ഈ മരവാഴ എന്താണ് ചെയ്യുന്നത്? ഈ കൊച്ചമ്മച്ചിയെ പ്ലക്കമ്മയെ എടുത്ത് വീൽ ചെയറിലേക്ക് ഇരുത്തും, ഉരുട്ടിക്കൊണ്ടങ്ങ് ചെല്ലും. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ കാണുമ്പോൾ അയ്യോ അവശത, ഇത് അയ്യോ വേണ്ട 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 പോട്ടെ കേസുമില്ല വഴക്കുമില്ല. അങ്ങനെ ആ ചട്ടുകാല് അല്ലെങ്കിൽ ആ മുടന്ത് കൊണ്ട് ഉപജീവന മാർഗം പല കേസുകളിൽ നിന്നും ഒഴിഞ്ഞു മാറി. പല പ്രമുഖരെയും തെറി വിളിക്കാൻ തുടങ്ങി. സോഷ്യൽ മീഡിയ എല്ലാം വെറുത്തു. സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ ജനങ്ങളും വെറുത്തു. എന്നാലും വകവെക്കില്ല. എനിക്ക് എവിടെയും ഉയർന്നു നിൽക്കണം, ഞാൻ കഴിഞ്ഞിട്ട് വേറെ ആരും ഇല്ല എന്നുള്ളൊരു അഹംഭാവം ഈ നായികയ്ക്ക് ഉണ്ടായി. അങ്ങനെ പല രീതിയിലും പല ആൾക്കാരെയും കൊച്ചുകുട്ടികളെയും തോന്നിവാസം പറഞ്ഞ് അതിനകത്ത് ആനന്ദം കണ്ടെത്തുന്ന നായിക. കേസൊന്നും അവർക്കൊരു വിഷയമല്ല. അതുപോലെ വാ തുറക്കുന്നത് 2-3 കാര്യങ്ങൾക്ക് മാത്രമാണ്. ഒന്ന് കള്ളം പറയാനും പിന്നെ ഞം അടിക്കാനും. അതായത് പറയുന്നത് കേൾക്കാം. ഈ കേരളത്തിൽ ആദ്യമായിട്ട് ചുരിദാറിട്ടത് ഞാനാണ്, സൈക്കിൾ ചവിട്ടിയത് ഞാനാണ്, പിന്നെ പ്ലെയിൻ പറത്തിയത് ഞാനാണ്, ഉമ്മ 50,000 രൂപ പെൻഷൻ വാങ്ങിയെന്ന് വരെ പറഞ്ഞ് തള്ളിയെന്ന് വെക്കും. ഇനി നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുകയെ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അതല്ല എന്ന് പറയാൻ ഉള്ള കഴിവ് നമ്മുടെ നായികയ്ക്കുണ്ട്. ഇപ്പോൾ പൊട്ടിക്കരയുകയാണ് നമ്മുടെ നായിക. കാരണം എന്താണെന്നറിയോ? പൊട്ടിക്കരയുകയാണ് നായിക. അതായത് പ്രമുഖരായ മന്ത്രിമാരെ തെറി വിളിക്കാൻ തുടങ്ങി. എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ? കേസൊന്നും എനിക്കൊരു വിഷയമേ അല്ല. ആഭ്യന്തരമന്ത്രി പോലും നിങ്ങളൊരു ആഭ്യന്തരമന്ത്രി അടുത്ത് പരാതി കൊടുത്താലും അദ്ദേഹം ഒന്നും ചെയ്യില്ല. കാരണം അയാൾക്കറിയാം മറുവശത്ത് നമ്മുടെ പ്ലക്കമ്മയാണ് എന്നറിയാമെന്നാണ് ഈ പ്ലക്കമ്മ പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്ലബ് ഹൗസിനകത്തൊരു ചർച്ച. നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന മോദി അദ്ദേഹത്തെ അറഞ്ചം പുറഞ്ചം തെറി വിളിക്കുന്നു. എന്ത് ചെയ്യാം? മോദി
അദ്ദേഹത്തെ അറഞ്ചം പറഞ്ഞ് തെറി വിളിച്ച് ഇതുപോലെ ഒരു മനുഷ്യൻ കേട്ടാലും അറച്ചാലും കുളിച്ചാലും തീരാത്ത ആ രീതിയിൽ തെറി വിളിച്ചു. എങ്ങനെയോ ഈ വീഡിയോ ലീക്കായി. ആദ്യത്തെ നായകൻ പ്ലക്കടി നായകൻ ഇത് കണ്ടു. അദ്ദേഹത്തിന് ഇദ്ദേഹത്തോടുള്ള വൈരാഗ്യം തീർക്കാൻ കിട്ടിയൊരു അവസരം. പല ആൾക്കാരും ഈ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തു. എന്നാൽ പ്രധാനമന്ത്രിയല്ലേ തെറി വിളിക്കുന്നത്? പേടിച്ചവരെല്ലാം വീണ്ടും ഡിലീറ്റ് ചെയ്തു. അവസാനം ഈ നായകൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തു. ഇപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടു. സോഷ്യൽ മീഡിയയിൽ തരംഗമായി. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വഹിക്കും, ചാവേറിലൂടെ ഞാൻ കൊല്ലും. അതുപോലെ പടക്കശാല എന്നൊരു സ്ഥാപനം തുടങ്ങിയതിന് ശേഷം 41ഓളം സ്റ്റാഫുകളെ അതിനകത്ത്, കൂടുതലും ലേഡീസിനെ വെച്ചിട്ടാണ് അതിനകത്ത് ആയുധ പരിശീലനവും അതുപോലെ ചാവേർ ആക്രമണത്തിനുള്ള പരിശീലനങ്ങളും കൊടുക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി ഇപ്പോൾ നമ്മുടെ കഥാനായിക ഏറിൽ നിൽക്കുകയാണ്. ഏറിൽ നിൽക്കുക മാത്രമല്ല, കേന്ദ്ര ഏജൻസി ഈ കേസ് ഏറ്റെടുത്തു. ഏത് നിമിഷവും പിടിവീഴാം. ഈശ്വര, ഞാൻ എന്തിനിങ്ങനെ ജീവിക്കണം? എൻ്റെ ആഗ്രഹങ്ങളൊന്നും സാധിക്കുന്നില്ല ദൈവമേ. പ്ലക്കളി എന്നൊരാഗ്രഹം പോലും സാധിക്കുന്നില്ല. ഞാൻ എന്തിനിങ്ങനെ ജീവിക്കണം? ഏത് നിമിഷവും പിടിവീഴാം. കേന്ദ്ര ഏജൻസികൾ പോലും എൻ്റെ തെറിവിളി കേട്ട് അഭിമാനം കൊള്ളുന്നു. തെറിവിളി ഓൺലൈനായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നെ സമീപിക്കുന്നു. ഏത് നിമിഷവും അകത്താവാം. ഈശ്വര, ഞാനിനി എന്ത് ചെയ്യും? അങ്ങനെ ഏത് നിമിഷവും പിടിവീഴാം എന്നുള്ള ഒരു ഗദ്ഗതത്തോടുകൂടി നമ്മുടെ കഥാനായിക കരയുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കഥാനായിക ചട്ടുകാലി കരയുകയാണ്. ചട്ടുകാലി പ്ലക്കമ്മ കരയുകയാണ്. കരയും. ഇനി കുറച്ച് കരയാനുണ്ട്. കൊടുത്താൽ കൊല്ലത്ത് കിട്ടും. ഞാനാണ് കേരളത്തിലെ ഏറ്റവും വലിയ മറ്റവളാണെന്നുള്ള ധാരണ അല്ലേ? സ്ത്രീകളുടെ സംരക്ഷകയാണെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ ഊമ്പിക്കുന്ന സ്ത്രീ, ക്യാൻസർ രോഗികളെ പോലും വിടാതെ അവരെ പോലും ടാർഗറ്റ്, അവരെ ഒന്നും പോലും പിച്ച കാശ് വാങ്ങി ഞണ്ണുന്ന വൃത്തികെട്ട വർഗം അല്ലേ? പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരുത്തൻ സോഷ്യൽ മീഡിയയിൽ അകത്തായി. അപ്പം അതിനകത്ത് പറയുന്നുണ്ട്, അവൻ എന്തുകൊണ്ട് അവൻ്റെ സ്വന്തം കഥയാണെന്നൊക്കെ പറയുന്നില്ല. അവനെ പോയി ഇറക്കിക്കൊണ്ട് വന്ന് മറ്റേ മറിച്ചാന്നൊക്കെ പറഞ്ഞ് വീം വിളക്കുന്നുണ്ട്. വീം വിളക്കിക്കോ, ഏത് നിമിഷം പിടി വീഴാം കേട്ടോ. പ്ലക്കമ്മേ പ്ലക്കമ്മേ എനിക്ക് പ്ലക്കടിക്കണം. പ്ലക്കടിക്കാൻ നേരമായടോ ചേട്ടന്മാരെ, ആരെങ്കിലും വന്നാട്ടെ. പ്ലക്കടിക്കാൻ നേരമായടോ ചേട്ടന്മാരെ, ആരെങ്കിലും പ്ലക്കാൻ വന്നാട്ടെ. ഒരു പാട്ടിയൊക്കെ വേണ്ട. പ്ലക്കടിക്കാൻ നേരമായടോ ചേട്ടന്മാരെ, ആരെങ്കിലും പ്ലക്കാൻ വന്നാട്ടെ. അപ്പോൾ അടുത്ത ഒരു നല്ലൊരു രസകരമായ ഒരു കഥയായിട്ട് വരാം. ഈ കഥ താല്പര്യമുള്ളവർ മാത്രം കേൾക്കുക. പിന്നെ വന്നിട്ട് നിറഞ്ഞ പറഞ്ഞ് തെറി വിളിക്കാൻ ഇങ്ങോട്ട് വരരുത്. ഇതെൻ്റെ സാങ്കല്പിക കഥ മാത്രമാണ് കേട്ടോ. ഗുഡ് ബൈ.